ഇത് നമ്മള് ടെക്സ്റ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വരുന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പേജ് നമ്പർ 78 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് 10 there are 30 boys and 20 girls. അപ്പൊ നമ്മളെ 10 ഇങ്ങോട്ട് വെച്ചു. ഇതാണ് 10. 10യിൽ എത്ര പേരുണ്ടായിരുന്നു? 30 ബോയ്സ് ഉണ്ടായിരുന്നു, 20 ഗേൾസ് ഉണ്ടായിരുന്നു. ഇൻ 10B there are 15 boys and 25 girls. 15 ബോയ്സ് ഉണ്ടായിരുന്നു, 20 ഗേൾസ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കണക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. ക്വസ്റ്റ്യൻ വായിച്ച് ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു അരമാർക്ക് ഒരു മാർക്ക് ടീച്ചർമാർ തരും. ഓക്കെ, 120 സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലാസ്. ഈ ഓരോ ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യണം? ഓരോ സ്റ്റുഡൻസിനെ എടുക്കണം. ഇവിടെ നിന്ന് ഒരാളെ എടുക്കണം, ഇവിടെ നിന്ന് ഒരാളെ എടുക്കണം. അങ്ങനെ രണ്ടുപേരെ പേരായിട്ട് വേണം കൊണ്ടുപോകാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? അതിനു മുമ്പ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പേഴ്സ് ആണ്. ഇവിടെ മൊത്തം എത്ര പേഴ്സ് ഉണ്ടാവും? 30 20 50, 15 25 40. സോ 50 × 40. ഇവിടുത്തെ ടോട്ടൽ പേഴ്സ് എന്ന് പറയുന്നത് 2000 രീതിയിൽ നമുക്ക് ഈ കുട്ടികളെ എന്താക്കാം? പേഴ്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. രണ്ടുപേരും ആരാവണം? ഗേൾസ് ആവണം. ബോത്ത് ഗേൾസ്. സോ ഇവിടെ നിന്നൊരു ഗേള് വന്നാൽ അപ്പുറത്തുനിന്നും ആര് തന്നെ വരണം? ഒരു ഗേള് തന്നെ വരണം. സോ ഈ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ് ഉണ്ട്. അപ്പുറത്തെ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 25 ഗേൾസ് ഉണ്ട്. സോ 25 × 20 500. സോ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് എന്ന് പറയുന്ന സാധനം 500 ഡിവൈഡഡ് ബൈ 2000. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് നമ്മൾ പഠിപ്പിക്കണമെന്ന് കാണിക്കാൻ വെട്ടി ചെറുതാക്കി 1/4 എന്ന് എഴുതാം. അടുത്ത പ്രോബിലിറ്റി ഓഫ് ഗേൾസ് ചോദിച്ചു. അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ബോയ്സ് ആയിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. രണ്ട് ക്ലാസ്സിലും ആരെ തന്നെ എടുക്കുന്നത്? ബോയ്സ് തന്നെ എടുക്കുന്നത്. ഈ ക്ലാസ്സിൽ എത്ര ബോയ് ഉണ്ടായിരുന്നു? 30 ബോയ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ എത്ര ബോയ് ഉണ്ടായിരുന്നു? 15 ബോയ് ഉണ്ടായിരുന്നു. 15 × 3 450. സോ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. പ്രോബിലിറ്റി ഓഫ് both being boys is equal to 450 divided by 2000. സോ 0 വെട്ടിപ്പോയി. ഇനി 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുവാണെങ്കിൽ ഇവിടെ 9 കിട്ടും. 5 വെട്ടുവാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 40 കിട്ടും. ഓക്കെ, 9 ഡിവൈഡ് ബൈ 40. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ബോയും വരണം, ഒരു ഗേളും വരണം. ഒരു ബോയും വരണം, ഒരു ഗേളും വരണം. സോ 1 ബോയ് ആൻഡ് 1 ഗേൾ. ശ്രദ്ധിച്ചോ, ഇവിടെ നിന്നൊരു ബോയ് വന്നാൽ ഇവിടെ നിന്നൊരു ഗേള് വരണം. സോ ഇവിടെ നിന്നൊരു ബോയ് വന്നാൽ ഇപ്പുറത്ത് 4 വരണം, ഒരു ഗേള് വരണം. പ്ലസ് തിരിച്ചും വരാം. ഇവിടെ നിന്നൊരു ഗേളാണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് 4 വരണം, ഒരു ബോയ് വരണം. സോ ഇവിടുത്തെ ബോയ് എത്ര ഉണ്ടായിരുന്നു? 30 × അവിടുത്തെ ഗേൾ എത്ര ഉണ്ടായിരുന്നു? 25. പ്ലസ് ഇവിടുത്തെ ഗേൾ എത്ര ഉണ്ടായിരുന്നു? 20 × അവിടുത്തെ ബോയ് എത്ര ഉണ്ടായിരുന്നു? 15. സോ 25 × 3 75 750, 30 300. So that is equal to 1050. So probability of 1 boy and 1 girl, that is equal to 1050 divided by 2000. 0 വെട്ടിപ്പോയി. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടാ 21 ഡിവൈഡ് ബൈ 40 കിട്ടും. ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല, അത്രയും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what is the probability of at least 1 boy? ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും, പക്ഷെ മനസ്സിലാക്കി വളരെ എളുപ്പമാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ്. ആ കൺസെപ്റ്റ് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ കൂട്ടുകാരെ കുറച്ച് മിഠായി കൊടുത്തിട്ട് പറയുവാണ്, ഒരു 10 മിഠായി ഉണ്ട് എന്നിട്ട് പറയണം, എടാ ഇതിനകത്തൊരു അറ്റ്ലീസ്റ്റ് 5 മിഠായി നിങ്ങൾ എടുക്കണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൻ അറ്റ്ലീസ്റ്റ് 5 എണ്ണമെങ്കിലും എടുക്കണം. വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അത് മൊത്തം എടുക്കാം, അല്ലെ? 2 മിഠായി ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നീ എടുക്കും എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കാം. വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? 2 എടുക്കാം. സോ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബോയ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 ബോയ് ആവും. അതായത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ബോയ് വന്നാൽ അവിടെ നിന്നൊരു ഗേള് വരണം. ഇവിടെ നിന്നൊരു ഗേള് വന്നാൽ അവിടെ നിന്ന് ആര് വരണം? ഒരു ബോയ് വരണം. ഇവിടെ നിന്നൊരു ബോയ് വന്നാൽ അവിടെ നിന്നും ആര് തന്നെ വരാം? ഒരു ബോയ് തന്നെ വരാം. സോ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 ബോയ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ 2 ഗേൾ വന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചെയ്യാവുന്നത്, ഇതിന്റെ അകത്ത് ഈ നമ്പറിന്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അല്ലാതെ വേറെ എളുപ്പവഴി എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി
ബോയ് ഗേൾ, ഗേൾ ബോയ്, ബോയ് ബോയ്. ഇതിനകത്ത് ഇല്ലാത്തതാണ് ഗേളുകളല്ലേ. അപ്പൊ ടോട്ടൽ നിന്ന് ആരെയും കുറച്ചാൽ മതി, ഗേളുകളെ കുറച്ചാൽ മതി. സോ അറ്റ്ലീസ്റ്റ് വൺ ബോയ് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നിന്നും ആരെ കുറച്ചാലും മതി, ഗേളുകളെ കുറച്ചാലും മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടും ചെയ്താലും കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. നോക്കാം. ബോയ് ഗേൾ. ഇവിടെ ബോയ് എത്ര ഉണ്ടായിരുന്നു? 30 ഇൻറ്റു ഗേൾ എത്രയായിരുന്നു? 25 പ്ലസ് ഗേൾ എത്രയായിരുന്നു? 20 ഇൻറ്റു ബോയ് എത്രയാണ്? 15 പ്ലസ് ബോയ് ബോയ്. ബോയ് ബോയ് എന്ന് പറയുമ്പോഴത്തേക്കും 30 ഇൻറ്റു 15. ഓക്കെ, 30 25 750 പ്ലസ് 300 പ്ലസ് 450, 450 50 800 1200 300 1500. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എഴുതിയ ഈ രീതിയിൽ നമുക്ക് എത്ര കിട്ടി? 1500 കിട്ടി. ഇനി ഞാൻ എളുപ്പവഴി പറഞ്ഞായിരുന്നു, അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നിന്നും ആരെ കുറച്ചാൽ മതി? ഗേളുകളെ കുറച്ചാൽ മതി. അപ്പൊ ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ടോട്ടൽ എത്രയാണ്? 2000 മൈനസ് ഗേളുകൾ എത്രയാണെന്ന് നോക്കിയേ. ഇവിടെ എത്ര ഗേൾ ഉണ്ടായിരുന്നു? 20. ഇവിടെ എത്ര ഗേൾ ഉണ്ടായിരുന്നു? 25. 20 25 എത്രയാ? 500. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 2000 മൈനസ് 500 എത്ര കിട്ടും? 1500. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈ 1500 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ മനസ്സിലായത് ആ രീതി ചെയ്യാം. ഇത് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല. സോ ഇതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് തോന്നുന്നത്. അപ്പോ അറ്റ്ലീസ്റ്റ് വൺ ബോയ് ചോദിച്ചാൽ നമ്മൾ ആരെ ഒഴിവാക്കും? ടോട്ടൽ നിന്ന് ഗേളുകളെ കുറയ്ക്കും. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ ചോദിച്ചാൽ ആരെ ഒഴിവാക്കും? ടോട്ടൽ നിന്ന് ബോയ് ബോയിനെ കുറയ്ക്കും. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ്, നമുക്കിനി ആൻസറിലേക്ക് വരാം. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 1500 ഡിവൈഡ് ബൈ 2000. സോ 2 വെട്ടിപ്പോയി, 5 കൊണ്ട് കിട്ടുമ്പോഴത്തേക്കും 3/4 ആണ് അതിന്റെ പ്രോബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ചോദിക്കാം. ബോയ്ക്കും ഗേളിനും പകരം ബ്ലാക്കും വൈറ്റ് ബീഡ്സോ ബോൾസോ അങ്ങനെ ചോദിക്കാം. ഓറഞ്ച് ആപ്പിളോ അങ്ങനെ ചോദിക്കാം. സോ ഈ പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അഥവാ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പരീക്ഷയ്ക്ക് വരുവാണെങ്കിലും ഒരു ബോക്സ് ഒക്കെ വരച്ച് ഇങ്ങനെ കാണിച്ചു വെക്കുക, എന്തെങ്കിലും മാർക്കുകൾ കിട്ടും. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 4ാമത്തെ ചാപ്റ്ററുമായി പുതിയൊരു വീഡിയോയിൽ കാണാം.